നിൽക്കുമ്പോൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ആരാധനയിൽ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്നുവല്ലോ. വചനചിന്തയിലും അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ജീവിതത്തിന്റെ കുറവുകൾ പരിഹരിക്കപ്പെടുവാൻ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിച്ചു ദൈവത്തെ മഹത്വീകരിപ്പാൻ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ. ഈ പ്രിയ ജനത്തെയും അടിയനെയും ക്രൂശിന്റെ മാർഗം വഹിച്ചാലും യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ആരാധനയിലൂടെ ദൈവ സന്നിധിയിലായിരിക്കാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിച്ചു. തികച്ചും സംഭവബഹുലമായ ഒരാഴ്ച കാലഘട്ടം നമ്മെ വിട്ട് കടന്നുപോയി. പലവിധമായിരിക്കുന്ന ആപത്തുകളും അനർത്ഥങ്ങളും തിന്മ പ്രവർത്തനങ്ങളും ദുർനടപ്പുകളും നമ്മുടെ ചുറ്റുപാടുകളിലോ നമ്മുടെ ശ്രദ്ധയിലോ ഒക്കെ കടന്നു വന്നുവെങ്കിലും ദൈവം നമ്മെ അനുഗ്രഹിച്ച് ജീവിതം ഒന്നുകൂടെ ക്രമപ്പെടുത്തി സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചിരിക്കുകയാണ്. ഈ അനുഗ്രഹീത ആരാധനയിൽ ആയിരിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു താളാത്മകമായ ജീവിത അനുഭവങ്ങളിലേക്ക് നിങ്ങളെ വഴി നടത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചത് വളരെ താളാത്മകമായ ഒരു അനുഭവത്തിലൂടെയാണ്. പ്രപഞ്ചത്തിന് അതിൻ്റെതായ ഒരു താളക്രമമുണ്ട്. അത് കാറ്റിനും മഴയ്ക്കും കാലങ്ങൾക്കും ദിവസങ്ങൾക്കുമെല്ലാം അതിൻ്റെതായ ഒരു താളമുണ്ട്. ഇങ്ങനെ താളാത്മകമായ ഒരു ജീവിത ക്രമമാണ് സർവശക്തനായ ദൈവം ഈ പ്രപഞ്ചത്തിലും പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾക്കും ദൈവ സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യനും ദൈവം നൽകപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ താളാത്മകമായ ഒരു ജീവിത ക്രമത്തിലൂടെ നമ്മുടെ ജീവിതങ്ങൾ മുമ്പോട്ട് നയിക്കുമ്പോൾ വളരെ ആനന്ദദായകമായ അർത്ഥവത്തായ ഒരു ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് കഴിയും. വളരെ താളാത്മകമായി ചിട്ടപ്പെടുത്തിയ ഒരു ഗാനം നാം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം അത് ആസ്വദിക്കുകയും നമ്മുടെ ശരീരം അതിനനുസരിച്ച് ചലിക്കുകയും അത് വളരെ ഹൃദ്യമായ ഒരു അനുഭവമായി മാറ്റപ്പെടുകയും ചെയ്യുന്നു. ഇന്ന് ഈ പ്രസംഗത്തിന് മുമ്പുള്ള പാട്ട് നാം എല്ലാവരും കൂടെ പാടിയപ്പോൾ എൻ്റെ നേരെ മുൻപിലിരിക്കുന്ന ഒരു കൊച്ചു മകൾ രണ്ട് കൈയും അടിച്ച് രണ്ട് കാലുമൊക്കെ ഒന്ന് ചലിപ്പിച്ച് വളരെ താളാത്മകമായി അവൾ ആ പാട്ട് ആസ്വദിക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് പറയുവാൻ കാരണം, മനുഷ്യ ജീവിതത്തെ ദൈവം താളാത്മകമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിത ക്രമങ്ങളൊക്കെ താളം തെറ്റിയ ഒരു അനുഭവങ്ങളിലൂടെയാണോ ഇന്ന് മുൻപോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഇന്ന് താളാത്മകമായ സന്തോഷകരമായ ഒരു ക്രമീകൃതമായ ജീവിത അനുഭവമാണ് ക്രൈസ്തവ ജീവിതം ലക്ഷ്യം വയ്ക്കുന്നത്. ഇങ്ങനെയുള്ള ജീവിതങ്ങൾ താളം പിഴയ്ക്കുമ്പോൾ മനുഷ്യ ജീവിതം നിരർത്ഥകമായ നിരാശയുടെ കണ്ണുനീരിന്റെ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നു. ഇത് മനുഷ്യ ജീവിതം മാത്രമല്ല, ഈ പ്രപഞ്ചവും വളരെ താളാത്മകമായ ഒരു അനുഭവമായിട്ട് തന്നെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ കാലത്തിനും അതിൻ്റെതായ താളക്രമങ്ങളുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ പ്രപഞ്ചം മുമ്പോട്ട് ചലിക്കുമ്പോൾ വളരെ ആസ്വാദ്യകരമായ ഒരു ലോകത്തിൽ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കുവാനും കഴിയും. എന്നാൽ പലപ്പോഴും പ്രകൃതിയുടെ താളം പിഴയ്ക്കുന്നത് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ്. വെള്ളപ്പൊക്കം,
വരൾച്ച, പേമാരികൾ, അത് ഭൂകമ്പങ്ങൾ തുടങ്ങിയതായ അത് പ്രകൃതിയുടെ താളം തെറ്റുമ്പോൾ അത് മനുഷ്യനെ മാത്രമല്ല ഈ ലോകത്തിലെ സകല ചരാചരങ്ങളെയും സ്വാധീനിക്കുന്ന ജീവിത അനുഭവങ്ങളായി മാറ്റപ്പെടുകയാണ്. ഇവിടെ പ്രകൃതിയുടെ താളം തെറ്റുമ്പോൾ മനുഷ്യന്റെ ജീവിതം വലിയ ഒരു ചോദ്യമായി അവശേഷിക്കുന്നു. എന്നാൽ മനുഷ്യ ജീവിതത്തിന്റെ താളം തെറ്റിയാലോ? പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതങ്ങളൊക്കെ ഒരു താളാത്മകമായ ക്രമീകൃത അനുഭവങ്ങളിലൂടെ നാം മുൻപോട്ട് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതിന് ദൈവം ഒരു ജീവിത ക്രമം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുമുണ്ട്. 6 ദിവസം അധ്വാനിച്ച് വേലകളൊക്കെ ചെയ്ത് കുടുംബ ജീവിതം ആസ്വാദ്യകരമാക്കി 7-ാം ദിവസം സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങനെ ക്രമീകൃതമായ ഒരു ക്രൈസ്തവ ജീവിതം സത്യവേദ പുസ്തകം നമുക്ക് വിഭാവനം ചെയ്യുകയാണ്. എന്നാൽ നമ്മുടെ ഇന്നത്തെ ഈ ലോകത്തോടുള്ള പ്രതിബദ്ധത നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നുവോ? നാം ഓരോരുത്തരും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മുടെ ജീവിത താളത്തെ താളരഹിതമായ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നുവോ? മനുഷ്യ ശരീരത്തിന്റെ താളം പിഴയ്ക്കുമ്പോൾ മനുഷ്യൻ പലവിധ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു. ചില മാനസിക പ്രശ്നങ്ങൾ മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്നു. ഇങ്ങനെ ജീവിതം ക്രമം കെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകുകയാണ്. ഇന്ന് മനുഷ്യ ജീവിതം പലവിധമായിരിക്കുന്ന സങ്കീർണമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. മാരക രോഗങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അത് കടബാധ്യതകൾ, കുടുംബ ജീവിതങ്ങളിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, മക്കളെ ചൊല്ലി വളരെ ഭാരത്തോടും ക്ലേശത്തോടും കൂടെ ആയിരിക്കുന്നതായ ജീവിത സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള താളം തെറ്റുന്ന ജീവിത അനുഭവങ്ങളിലൂടെയാണ് ഇന്ന് ലോക ജനത മുൻപോട്ട് യാത്ര ചെയ്യുന്നത്. മറ്റൊരു വിധത്തിൽ താളം തെറ്റിക്കുന്ന ചില ജീവിത അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. മദ്യവും മയക്കുമരുന്നുകളും ദുർനടപ്പുകളും ജഡത്തിന്റെ അഭിലാഷത്തെ തൃപ്തിപ്പെടുത്തുന്ന ജീവിത അനുഭവങ്ങൾ. മദ്യവും മയക്കുമരുന്നുകളും ഇന്ന് പലവിധമായിരിക്കുന്ന മാനുഷിക, ശാരീരിക, മാനസിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നു. മനുഷ്യ ജീവിതം കൈവിട്ടു പോകുന്ന അനുഭവങ്ങളിലോ, ജീവിതം തകർന്നു പോകുന്ന സാഹചര്യങ്ങളിലോ, ജീവിതത്തിന്റെ എല്ലാ സന്തോഷകരമായ അനുഭവങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നതായ സാഹചര്യങ്ങളിലോ നാം എത്തിച്ചേരുന്നതായ അനുഭവങ്ങളെ നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. ഇത്തരത്തിലുള്ള ജീവിതം ഇന്ന് മനുഷ്യ ജീവിതത്തെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും നിരാശയുടെയും ഒരു താല്പര്യവുമില്ലാത്ത ക്രമം കെട്ട ജീവിത അനുഭവങ്ങളിലാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇവിടെയാണ് ഇന്ന് നാം പാഠമായി വായിച്ച വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരുമായി ഗദര ദേശത്തിലേക്ക് കടന്നു പോകുകയാണ്. ഗദര ദേശത്ത് യേശു എത്തിയപ്പോൾ ഒരു മനുഷ്യൻ യേശുവിനെ എതിർപ്പെട്ട് കടന്നു വരികയാണ്. ഈ മനുഷ്യന്റെ ജീവിതം വളരെ കാലമായി നിരവധി ഭൂതങ്ങൾ ബാധിച്ചവനായി, വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കല്ലറകളിൽ പാർക്കുന്ന ഒരു മനുഷ്യൻ എന്നാണ് മർക്കോസ് സുവിശേഷകൻ അവിടെ വിവരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ജീവിതത്തിന്റെ താളം തെറ്റിപ്പോയ ഒരു വ്യക്തിത്വം യേശുവിനെ കണ്ടുമുട്ടുന്നു. യേശുവിനെ അവൻ കണ്ടുമുട്ടിയപ്പോൾ
അവനുണ്ടായതായ രൂപാന്തരവും അയാൾക്ക് യേശുവിനോടുള്ളതായ മനോഭാവവുമാണ് ആ വേദഭാഗത്ത് നമുക്കിവിടെ ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഇത്രയും വർഷമായി ദൈവത്തെ ആരാധിക്കുന്നവരാണ്. വാസ്തവമായി യേശുവിനെ നാം എതിർപ്പെട്ടിട്ടുണ്ടോ? യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുവാനായിട്ട് നാം ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ യേശുവിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? നാം ഇവിടെ വായിച്ച ഈ വേദഭാഗത്ത് ഗദരദേശത്ത് ലഗ്യോൻ ബാധിച്ച ഭൂതഗ്രസ്തൻ, ഇവിടെ 3 പ്രധാന കാര്യങ്ങളാണ് ഈ ഭൂതഗ്രസ്തനിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്നാമത് സ്വയ നശീകരണ സ്വഭാവം. ഇന്ന് പലരിലും ഇത് കണ്ടുവരുന്ന ഒരു അനുഭവമാണ്. ജീവിതത്തിന്റെ താളം തെറ്റുമ്പോഴാണ് സ്വയ നശീകരണ മനോഭാവത്തിലേക്ക് പോകുന്നത്. ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിട്ടൊന്നും അവനെ അടക്കുവാനായിട്ട് കഴിയുന്നില്ല. ചങ്ങലകളെല്ലാം ബന്ധിച്ച് ആ ബന്ധനങ്ങളെ തകർത്ത് അവൻ മലകളിലേക്ക് അലറിക്കൊണ്ട് ഓടുകയാണ്. പലപ്പോഴും കല്ലുകളൊക്കെ എടുത്ത് തന്റെ ശരീരത്തെ ചതയ്ക്കുന്നു. അങ്ങനെ സ്വയ നശീകരണം, സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്ന അതേ അനുഭവങ്ങൾ ചില ജീവിതങ്ങളിൽ എത്തി നിൽക്കുന്നു. രണ്ടാമത്, താൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ ആകാത്ത വിധം അകപ്പെട്ടു പോയി എന്ന ഒരു ചിന്ത അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതെ, ഈ ഭൂതഗ്രസ്തൻ ചിന്തിച്ചത് പ്രകാരമാണ്, ഞാൻ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്നും എനിക്കിനി രക്ഷപ്പെടുവാനായിട്ട് കഴിയുന്നതല്ല. ഇത് ആധുനിക മനുഷ്യന്റെ ഒരു നേർചിത്രമാണ്. നമ്മിൽ പലരും ഇത് തന്നെയാണ് ഇന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ആയിരിക്കുന്ന മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമപ്പെട്ടു പോയ, അല്ലെങ്കിൽ ചില ദുർനടപ്പുകളിൽ പെട്ടുപോയിരിക്കുന്നു, അല്ലെങ്കിൽ മടങ്ങി വരുവാൻ കഴിയാതെ ജീവിതത്തിന്റെ നേരായ പാത വിട്ട് ഞാൻ സഞ്ചരിച്ചിരിക്കുന്നു. ഇനി എനിക്ക് അതിൽ നിന്നും മടങ്ങി വരുവാനായിട്ട് കഴിയുന്നില്ല. അത്തരത്തിലുള്ളവരെയാണ് യേശു സമീപിക്കുന്നത്. യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായും ഒരു മടങ്ങി വരവ് സാധ്യമാകും എന്നുള്ളതാണ്. മൂന്നാമത് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ഈ വ്യക്തിയുടെ കുടുംബം ഉൾപ്പെടുന്ന സാധാരണ ജീവിതത്തിൽ നിന്നും അവൻ അകറ്റപ്പെട്ടവനാണ്. കല്ലറകളിൽ പാർക്കുന്നു, മലകളിലേക്ക് ഓടുന്നു, തൻ്റെ കുടുംബവുമായുള്ള ഏതൊരു ബന്ധവുമില്ലാതെ ജീവിതം നയിക്കുന്ന അനുഭവങ്ങൾ. ഇന്ന് പല കുടുംബ ജീവിതങ്ങളിലും ഇത്തരത്തിലുള്ള ജീവിത അനുഭവങ്ങളെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. ഇത്തരത്തിൽ താളം തെറ്റിയതായ ജീവിതത്തിലൂടെ ലോകമനുഷ്യർ കടന്നു പോകുമ്പോൾ ഈ താളാത്മകമായ ഒരു ക്രൈസ്തവ ജീവിതത്തിലേക്ക് മടങ്ങി വരേണ്ടതായ ഒരു ആവശ്യകതയെ കുറിച്ചാണ് ഇന്നത്തെ ചിന്തയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. താളപ്പിഴകളെ എങ്ങനെ താളാത്മകമായ ഒരു ജീവിതമാക്കി നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കുവാനായിട്ട് കഴിയും. ഇന്ന് നമ്മുടെ ജീവിതം കൈവിട്ടു പോയിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണോ നാം ജീവിതയാത്ര നയിക്കുന്നത്? പലപ്പോഴും താളാത്മകമായ ഒരു ജീവിതം നാം ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ സാഹചര്യങ്ങളോ നമ്മുടെ ജീവിതം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നതായ അനുഭവങ്ങളിലൂടെയോ ആ താളാത്മകമായ സന്തോഷം കൈവരിക്കുവാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള ജീവിതം തിരികെ പിടിക്കുവാൻ അത് വളരെ ആത്മാർത്ഥതയോടുകൂടെ ജനം ആഗ്രഹിക്കുന്നു. സ്വയത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിന് ആർക്കും കഴിയുന്നതല്ല. സ്വയം എന്ന് പറയുമ്പോൾ ജഡമാണ്. ഈ ജഡത്തിന്റെ ചിന്തകളാണ് ഈ ഭൂതഗ്രസ്തനിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവന്റെ ജീവിതം കൈവിട്ടുപോയതായ അനുഭവമാണ്. ആ ജീവിതം കൈവിട്ടുപോയ വ്യക്തി യേശു അവനെ കാണുമ്പോൾ അവന്റെ ജീവിതം അവന് തിരിച്ചു പിടിക്കുവാനായിട്ട് കഴിയുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം നമുക്ക് തിരിച്ചു പിടിക്കുവാനായിട്ട് കഴിയണം.
ഞാനിത് പറയുന്നത്, ഇന്ന് എല്ലാവരും ജീവിതമാകുന്ന ഒരു നദിയിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒഴുക്കിനനുസരിച്ച് പോകുന്നിടത്തൊക്കെ പോയി തല്ലി തകർന്ന് അതെ ജീവിതം നാശോന്മുഖമായ അനുഭവങ്ങളിലല്ലയോ? ഈ സാഹചര്യങ്ങളിൽ നിന്നും യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് തന്റെ ജീവിതം തിരിച്ചു പിടിക്കുവാനും തന്റെ ജീവിതത്തെ ഏറ്റവും ആനന്ദദായകമായ ഒരു അനുഭവമാക്കി മാറ്റുവാനും കഴിയും. ഒന്നാമത്, ക്രിസ്തുവിനെ കൂടാതെയുള്ള ജീവിത അനുഭവം താളരഹിതമാണ്. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവില്ലാത്ത ഒരു ജീവിത അനുഭവത്തിലൂടെയാണോ നാം ഇന്ന് സഞ്ചരിക്കുന്നത്? ആ ജീവിതം താളരഹിതമാണ് എന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഇവിടെ താളം തെറ്റിയ ഒരു മനുഷ്യന്റെ നേർചിത്രമാണ് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ മർക്കോസ് സുവിശേഷകൻ നമ്മെ വരച്ച് കാണിക്കുന്നത്. ഇവിടെ യേശുവും ശിഷ്യന്മാരും ഗദര ദേശത്ത് എത്തിയപ്പോൾ വളരെ കാലമായി ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യൻ യേശുവിനെ എതിർപ്പെടുകയാണ്. അശുദ്ധാത്മാവ് ബാധിച്ചതുകൊണ്ട് അവന്റെ ജീവിതം വളരെ നാശോന്മുഖമായ അനുഭവത്തിൽ, ക്രമീകൃതമായ ജീവിതം നഷ്ടപ്പെട്ട് താളം തെറ്റിയ ഒരു അനുഭവത്തിൽ അവൻ ജീവിക്കുന്നു. അവൻ വസ്ത്രം ധരിക്കാറില്ല, വീട്ടിൽ പാർക്കാറില്ല, ശവക്കല്ലറകളിൽ വസിക്കുന്നു. ചങ്ങലകളും വിലങ്ങും കൊണ്ട് അവനെ ബന്ധിച്ചാലും അതെല്ലാം തകർത്തുകൊണ്ട് അവൻ മലകളിലേക്ക് അലറിക്കൊണ്ട് ഓടുന്നു. അങ്ങനെ ജീവിതത്തിന്റെ താളം തെറ്റിയ ഒരു വ്യക്തി ജീവിതത്തിൽ സുബോധം നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരു സ്വഭാവ ഗുണവുമില്ലാത്തതായ വ്യക്തിത്വം, സ്വയം നിയന്ത്രിക്കുവാൻ അവന് കഴിയുന്നില്ല, സാമൂഹിക ബന്ധത്തിൽ അവന് നിലനിൽക്കുവാൻ കഴിയുന്നില്ല, സാമൂഹിക ഉത്തരവാദിത്വങ്ങളിൽ നിന്നെല്ലാം അവൻ ഒളിച്ചോടുകയാണ്. തന്റെ സ്വന്തം ജീവിതത്തെ പോലും ക്രമപ്പെടുത്തുവാൻ കഴിയാത്തവനായി, സുബോധം നഷ്ടപ്പെട്ടവനായി, തന്റെ ജീവിതം കൈവിട്ടു പോകുന്ന സാഹചര്യത്തിൽ അവൻ എത്തിച്ചേർന്നു. ആ ഗദരദേശത്തിന് തന്നെ വളരെ ഭയാനകമായ ജീവിതാനുഭവങ്ങളാണ് ഈ വ്യക്തി സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിത്വം യേശുവിനെ കണ്ടപ്പോൾ അവൻ ഓടി യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. ആ ഭാഗം അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് അവൻ യേശുവിനോട് നിലവിളിക്കുകയാണ്, എന്നെ ദണ്ഡിപ്പിക്കരുതേ. പ്രിയമുള്ളവരെ, ഇവിടെ പല വ്യക്തിത്വങ്ങളും അങ്ങനെയാണ്. യേശുവിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ആഗ്രഹിക്കുന്ന ലോകജനത. എന്നാൽ ഇവിടെ യേശുവിന് മുമ്പിൽ കടന്നു വരുവാൻ കഴിയാത്തത് കൊണ്ട് അവൻ യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് അവൻ യാചിക്കുന്നതും അത് തന്നെയാണ്, എന്നെ ദണ്ഡിപ്പിക്കരുതേ. എന്നാൽ യേശു അവന്റെ ഭൂതങ്ങളെ പുറത്താക്കുന്നു. അവന് സുബോധം വരുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യേശുവിനെ കൂടാതെ ഉള്ള അവന്റെ ജീവിതം ഒരു താളം തെറ്റിയതായ ജീവിത അനുഭവങ്ങളായിരുന്നു. അശുദ്ധാത്മാവ് അവനെ ബാധിച്ചു. അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് പരാജയം രുചിച്ച ഒരു വ്യക്തിത്വം. ഇനി ഏത് നിമിഷം വേണമെങ്കിലും ഈ ജീവിതം നഷ്ടപ്പെട്ടു പോയേക്കാം എന്ന സാഹചര്യം. അവനെ ബാധിച്ചിരുന്ന അശുദ്ധാത്മാക്കളെ ലഗ്യോൻ എന്ന പദം കൊണ്ടാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. ഈ ലഗ്യോൻ എന്ന പദം റോമൻ സാമ്രാജ്യത്തിലെ സൈന്യത്തിലെ 6000 വരുന്ന ഒരു സംഘത്തെയാണ് കുറിക്കുന്നത്. അങ്ങനെ നാം നോക്കുമ്പോൾ ഈ ഗദരദേശത്തെ ഭൂതഗ്രസ്തനിൽ 6000-ത്തിലധികം ഭൂതങ്ങൾ ബാധിച്ചിരുന്നു. അതായത് ആയിരക്കണക്കിന് തിന്മ പ്രവർത്തികളുടെ ഉറവിടമായിരുന്നു ഈ വ്യക്തിത്വം എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇങ്ങനെയുള്ള തിന്മ പ്രവർത്തനങ്ങളാണ് അവന്റെ ജീവിതത്തിന്റെ താളം തെറ്റി അവൻ ജീവിതം കൈവിട്ടു പോകുന്ന
അനുഭവത്തിലേക്ക് കടന്നുപോയത്. ഇന്ന് പല മനുഷ്യ ജീവിതങ്ങളും അത് തിന്മയുടെ ബന്ധനങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് അത് പലപ്പോഴും മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും പലവിധ ദുർനടപ്പുകൾക്കും മനുഷ്യൻ തങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഇന്ന് പലവിധമായിരിക്കുന്ന ലഹരികൾ മനുഷ്യ ജീവിതത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് മദ്യം മാത്രമല്ല, മയക്കുമരുന്നുകൾ മാത്രമല്ല, ലോക ഇമ്പങ്ങളും ലഹരിയാണ്, അമിത ഭക്ഷണവും ലഹരിയാണ്, അമിതമായ ആഡംബര ജീവിതവും ലഹരിയാണ്, ജഡത്തിന്റെ പിന്നാലെയുള്ള യാത്രയും ലഹരിയാണ്. ഇപ്രകാരമുള്ള തിന്മ പ്രവർത്തികളിൽ നിന്നും മടങ്ങി വന്ന് ഒരു താളാത്മകമായ ജീവിതം ക്രമീകരിക്കണമെങ്കിൽ യേശുവിന്റെ അടുക്കലേക്ക് നാം കടന്നു വരേണ്ടതായിട്ടുണ്ട്. നമ്മെ ബന്ധിച്ചിരിക്കുന്ന തിന്മയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതക്രമത്തെ താളം തെറ്റിച്ചിരിക്കുന്നുവെങ്കിൽ ആ താളാത്മകമായ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നവർ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. യേശുവിനെ തന്റെ ജീവിതത്തിൽ രക്ഷകനായി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ അടിമത്തങ്ങളെയും തകർത്തുകൊണ്ട് നമുക്ക് ലഹരി പകരുന്ന ഈ ലോകത്തിന്റെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും മാറി കർത്താവായ യേശു നമ്മുടെ ജീവിതത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ ഒരു താളാത്മകമായ ജീവിതം, ഒരു ക്രമീകൃതമായ ജീവിതം, ആരാധനയ്ക്ക് സമയം കണ്ടെത്തുന്ന ജീവിതം, അധ്വാനത്തിന്റെ സംതൃപ്തി അനുഭവിക്കുവാൻ കഴിയുന്ന ജീവിതം, കുടുംബ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ കഴിയുന്ന ജീവിതം, നമ്മുടെ സാമൂഹിക തലങ്ങളിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും. രണ്ടാമത്, ക്രിസ്താനുഭവം താളാത്മക ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ക്രിസ്തുവില്ലാത്ത ജീവിത ശൈലി, താളം തെറ്റിയതായ ജീവിതക്രമമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടിയത്. അത് ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ എന്ന ഉദാഹരണത്തിലൂടെയാണ് നാം മനസ്സിലാക്കിയത്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ജീവിത താളം നഷ്ടപ്പെട്ട മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവൻ ഒരു ക്രിസ്താനുഭവത്തിലേക്ക് വന്നപ്പോൾ അവന്റെ ജീവിതം അവന് തിരികെ പിടിക്കുവാനും ആ ജീവിതം ഒരു ക്രമീകൃതമായ താളാത്മകമായ ജീവിതം നയിക്കുവാൻ അവനെ ശക്തീകരിച്ചതായി വേദഭാഗം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവനെ ബന്ധിച്ചിരുന്ന എല്ലാ തിന്മകളെയും അവനിൽ നിന്ന് പുറത്താക്കി. അവൻ സുബോധം ഉള്ള അവസ്ഥയിലേക്ക് കടന്നു വന്നു. അവൻ സാധാരണയായി വസ്ത്രം ധരിച്ചു, വളരെ ശാന്തനായി യേശുവിന്റെ കാൽക്കലിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ രണ്ട് മുഖങ്ങളാണ് നമുക്കിവിടെ ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. അവൻ യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുൻപുള്ള ജീവിതവും യേശുവിനെ കണ്ടെത്തിയതിന് ശേഷമുള്ള ജീവിതവും. യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുന്നേ ഒരു ജീവിത താളം നഷ്ടപ്പെട്ടു പോയ വ്യക്തിത്വം യേശുവിൻ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവന്റെ ജീവിത താളം അവൻ തിരികെ പിടിച്ച് ജീവിതം കരുപിടിപ്പിക്കുന്ന അർത്ഥവത്തായ ഒരു ജീവിത ശൈലിയിലേക്ക് അവൻ മാറുകയാണ്. ഇവിടെ ക്രിസ്താനുഭവം ഉള്ളവരായി മാറ്റപ്പെടുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും അനുഗ്രഹീത അനുഭവങ്ങളായി തീരും. ഇന്ന് പലപ്പോഴും പലവിധമായിരിക്കുന്ന നിരാശകൾ, പലവിധമായിരിക്കുന്ന ജീവിത അനുഭവങ്ങൾ, നാം ആയിരിക്കുന്ന ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാതെ താളം തെറ്റിയ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുന്നു. ഈ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തിയെ പോലെയാണ് പലപ്പോഴും നമ്മുടെ പെരുമാറ്റങ്ങൾ. ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ യേശു തന്റെ ജീവിതത്തിന്റെ നായകത്വം ഏറ്റെടുക്കുമ്പോൾ അവന്റെ ജീവിതം ഒരു അടുക്കും ചിട്ടയുമുള്ള താളാത്മകമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ
ജീവിത താളം കണ്ടെത്തിയ ഈ വ്യക്തി യേശുവിന്റെ കാൽക്കലിരിക്കുകയാണ്. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും യേശുവിന്റെ കാൽക്കലിരിപ്പാനുള്ള ഒരു മനോഭാവം നാം വളർത്തിയെടുക്കുക. ഇന്ന് പലപ്പോഴും അതിനുള്ള സമയങ്ങൾ നമ്മുടെ ഭവനത്തിൽ നിന്നും കൈമോശം വന്നിരിക്കുകയാണ്. തിരക്കേറിയ ജീവിതം, അതേ ആഡംബര ജീവിതം, പലവിധമായിരിക്കുന്ന ലോക ഇൻപങ്ങളുടെ ലഹരികളിൽപ്പെട്ട് നാം ജീവിതം നഷ്ടപ്പെടുത്തുന്നുവോ? ഇവിടെ നമ്മുടെ ജീവിതം ഒരു ക്രിസ്താനുഭവ ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അതേ ജീവിതം അനുഗ്രഹീത അനുഭവമായി മാറ്റപ്പെടുകയാണ്. ഇവിടെ സുബോധം ലഭിച്ച ഈ വ്യക്തി യേശു ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ, യേശുവിനോടൊപ്പം കടന്നു പോകുവാൻ അവൻ ആഗ്രഹിച്ചപ്പോൾ യേശു അവനോട് പറയുന്നത്, നീ വീട്ടിൽ പോയി ദൈവം നിനക്ക് ചെയ്തത് അവരെ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവം നമ്മുടെ വ്യക്തിപരമായി ജീവിതങ്ങൾ ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് ഒരു ക്രിസ്താനുഭവത്തിന്റെ നേർസാക്ഷ്യമാണ്. അങ്ങനെ അവൻ തന്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. യേശു തനിക്ക് ചെയ്തതൊക്കെ അവൻ അവരോട് പറയുകയാണ്. അങ്ങനെ ഒരു സാക്ഷ്യമുള്ള ജീവിതം അവൻ നയിക്കുവാനായിട്ട് തുടങ്ങുന്നു. ഇവിടെ ഗദരദേശത്തിന് ചുറ്റും പാർക്കുന്ന എല്ലാവരും ഓടിക്കൂടുകയാണ്. ഭൂതഗ്രസ്തൻ യേശുവിനെ കണ്ടെത്തിയപ്പോൾ അവൻ വളരെ സുബോധമുള്ളവനായി വസ്ത്രം ധരിച്ച് വളരെ ശാന്തനായി തൻ്റെ ഭവനത്തിന് കൊള്ളാവുന്നവനായി തൻ്റെ സമൂഹത്തിന് കൊള്ളാവുന്നവനായി അവൻ ജീവിതം തിരികെ പിടിച്ച് ജീവിതത്തിൻ്റെ ക്രമീകൃതമായ അനുഭവങ്ങളിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഇവിടെ ക്രിസ്തുവിനെ കൂടാതെയുള്ള ഒരുവന്റെ ജീവിതം താളം തെറ്റിയ ജീവിത അനുഭവമാണ്. എന്നാൽ യേശുവിന്റെ ആ ഒരു ആത്മീയ കൂട്ടായ്മയിലേക്ക് നാം കടന്നു വരുമ്പോൾ ക്രിസ്താനുഭവം നമ്മെ ക്രമീകൃതമായ ജീവിത അനുഭവങ്ങളിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതം എപ്രകാരമായിരിക്കുന്നു എന്ന് എല്ലാ വ്യക്തികൾക്കും അവരവരുടെ മനസ്സുകളിൽ വ്യക്തമായ ഒരു ചിത്രമുണ്ട്. ആ ജീവിതം ക്രിസ്താനുഭവത്തോടെ യേശുവിനോട് ചേർന്ന് ഒരു ക്രമീകൃതമായ ജീവിതം നയിപ്പാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ആമേൻ.